എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ബിന്ദുക്കളുടെ അവയുടെ കോർഡിനേറ്റ്സ് അവയുടെ സൂചക സംഖ്യകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയേ. ഇവിടെ നമുക്കൊരു ചതുരം കാണാം അല്ലേ? ചതുരത്തിന്റെ അകത്ത് ഒരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ നാല് മൂലകളിലേക്ക് ഒരേ വരകൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4, ഇതും 5, ഇതും 3. ഇനി നമുക്ക് ഈ മൂലയിലേക്കുള്ള നീളം കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ 3 അളവുകൾ തന്നിട്ടുണ്ട്. 4ാമത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അതായത് ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് രണ്ട് സൈഡുകൾ എടുക്കുക. ഈ രണ്ട് സൈഡ് ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിത് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നാം ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിച്ചു, ഇത് നമ്മുടെ വൈ ആക്സിസ്. മനസ്സിലായില്ലേ? രണ്ട് ആക്സിസുകളാണ്, ഒന്ന് ഇത് എക്സും ഇത് വൈയും. അങ്ങനെ നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ത് വരും? കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്കറിയാം 0, 0 അല്ലേ? അപ്പോൾ 0, 0. മനസ്സിലായില്ലേ? ഇത് എക്സും ഇത് വൈയും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് 0, 0 അല്ലേ? അതായത് ഒറിജിൻ. ഇനി ആദ്യം നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒറിജിൻ അല്ലേ? അപ്പോൾ ഒറിജിൻ ഇവിടെ നമുക്ക് O തന്നെ കൊടുത്തു, ഒറിജിൻ. ഇത് നമുക്ക് എ, ഈ പോയിന്റ് ബി, ഇത് സി അല്ലേ? 4 മൂലകൾക്ക് പോലെ പേരുകളായി. ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ഇത് നമ്മൾ പറഞ്ഞത് എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്തിലാണ്? എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിലെ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ് അല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേര് കൊടുക്കുക. അപ്പോൾ എ ആണെന്ന് വിചാരിക്കുക, എ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എ എന്ന് കൊടുത്തു. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആണല്ലേ? അപ്പോൾ 0. അപ്പോൾ നമുക്ക് ഇത് A0 എന്ന് കിട്ടി. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ നോക്കിയാൽ ഇത് വൈയിലുള്ളൊരു പോയിന്റ് ആണ് അല്ലേ? വൈ ആക്സിസിലൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഇതിന്റെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 0. ഇനി വൈയുടെ വാല്യൂ നമുക്കറിയില്ല, എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ A എന്ന് കൊടുത്ത് നിലയ്ക്ക് ഇവിടെ നമുക്ക് B എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0B. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ത് വരും? ഇതിലെ എക്സിന്റെ വാല്യൂ എത്രയാണ്? നാം കൊടുത്തിട്ടുള്ളത് A എന്നാണ് അല്ലേ? A. ഇനി വൈക്ക് എത്രയാണ്? വൈക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് B എന്നാണ് അല്ലേ? B. അപ്പോൾ AB. P പോയിന്റ് ഇതിന്റെ കോർഡിനേറ്റ് AB. ഇനി നമുക്ക് ഈ പോയിന്റ് ഉണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണ്ടേ? അപ്പോൾ ഇതിന് നമുക്കിത് ഒന്നും അറിയില്ല അല്ലേ? എക്സിന്റെ വാല്യൂ അറിയില്ല, വൈയുടെ വാല്യൂ അറിയില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു പണിയാം, എക്സ് വൈ എന്ന് കൊടുക്കാം. ഇതിന്റെ കോർഡിനേറ്റ് എക്സ്, വൈ. ഇത്രയും മനസ്സിലായില്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്കറിയാം രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അല്ലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് അല്ലേ? റൂട്ട് ഓഫ് എന്താണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അല്ലേ? ഇതാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ കോർഡിനേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ഓരോ ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പം ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാം അല്ലേ? ഇപ്പം നമുക്ക് ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം, ABC. ഇത് നമുക്ക് ഈ പോയിന്റ് അല്ല, അപ്പോൾ നമുക്ക് P എന്ന് പേര് കൊടുത്തു. ഇത് P, ഈ പോയിന്റ് P. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡിസ്റ്റൻസ് എഴുതി നോക്കിയാൽ ഇത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് PB നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, PB = 3 സെന്റിമീറ്റർ അല്ലേ? 3 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ PB അല്ലെ, PBയുടെ നീളം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഇതാണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം അല്ലേ? PBക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ്, ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് x1 ആക്കി എടുക്കാം, ഇത് നമുക്ക് x2 ആക്കി എടുക്കാം. ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം അല്ലേ? ഇവിടെ xy ആണ്, ഇവിടെ 0b ആണ് അല്ലേ? 0b. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് x1 മൈനസ് x2. അപ്പോൾ ഇത് x അല്ലേ? അപ്പോൾ x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ x2 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ x മൈനസ് 0 അല്ലേ? അപ്പോൾ x മൈനസ് 0 ഹോൾ സ്ക്വയർ അല്ലെ? x1 മൈനസ് x2 പകരം x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത് എന്താണ്? y1 മൈനസ് y2 അല്ലെ? y1 എന്ന് പറഞ്ഞാൽ ഇവിടെ y മൈനസ് b. അപ്പോൾ y മൈനസ് b ഹോൾ സ്ക്വയർ അല്ലെ? അപ്പോൾ അതാണ് ഈ ഡിസ്റ്റൻസ് കാണാനുള്ള, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. 3. അതായത് നോക്കിയേ, റൂട്ട് x1 മൈനസ് 0 എന്ന് പറയുന്നത് എന്താണ്? x1 അല്ലേ? x1 0 പോയി കഴിഞ്ഞാൽ x അല്ലേ? അപ്പോൾ നമുക്ക് x ഇവിടെ നിന്ന് ബാക്കി x സ്ക്വയർ. അപ്പോൾ ഇവിടെ x സ്ക്വയർ പ്ലസ്
ഇനി y മൈനസ് ബി അല്ലെ, y മൈനസ് ബി അങ്ങനെ തന്നെ എഴുതാം, y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന ഒരേ ഒരു കാര്യം ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പഠിച്ച കാര്യങ്ങളാണ്. ഒരേ ഒരു കാര്യം ചെയ്യും, ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഈ റൂട്ടിനെ കളയണം. ഈ റൂട്ടിനെ കളയാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ ഇട്ടാൽ മതി അല്ലേ, ഇപ്പോഴത്തെ നമ്മൾ സ്ക്വയർ ഇടാം. അതായത് എക്സ് ഈ സീക്വൽ, ഇപ്പോൾ നോക്കിയാൽ എക്സ് ഈ സീക്വൽ ടു റൂട്ട് 25 ആണെന്ന് വിചാരിക്കുക, റൂട്ട് 25. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 അല്ലേ, 25. അപ്പോൾ എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 25 ഇൻറ്റു റൂട്ട് 25 അല്ലേ, റൂട്ട് 25 ഇൻറ്റു റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 അല്ലേ. അപ്പോൾ അതായത് ഈ റൂട്ടിനെ കളയാൻ വേണ്ടി നാം എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്തൊരു സ്ക്വയർ ചേർത്താൽ മതി അല്ലേ. അപ്പോൾ ആ കാര്യമാണ് നാം പ്രത്യേകമായിട്ട് ഇവിടെ ചെയ്യുന്നത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പുറത്ത് ഞാൻ റൂട്ടിനെ കളയുന്നു അല്ലേ. റൂട്ടിനെ കളയുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, ഹോൾ സ്ക്വയർ. ഈ റൂട്ട് ഞാൻ കളഞ്ഞു, പകരം എന്ത് ചെയ്തു? ഈ 3ന് സ്ക്വയർ ഇട്ടു 9 അല്ലേ. ഇവിടെ എക്സിന് സ്ക്വയർ ഇട്ടു അല്ലേ, ഈ റൂട്ട് കളയാൻ വേണ്ടി എക്സിന് സ്ക്വയർ ഇട്ടു. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3ന് സ്ക്വയർ ഇട്ടു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ കിട്ടി അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. ഇത് അവിടെ കെടുക്കട്ടെ, ഇത് നമുക്കൊരു ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ കെടുക്കട്ടെ. അപ്പോൾ ഇത് എന്താണ് നമ്മൾ കണ്ടത്? പി ബി അല്ലേ, പി ബിയുടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ല, അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് നോക്കി നമുക്ക് പി എ എടുത്ത് നോക്കാം അല്ലേ. പി എ സീക്വൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 അല്ലേ, 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എ കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് എന്ത് വരും അല്ലേ, നമുക്കറിയാം x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ x1 ഇത് x2 അല്ലേ. അപ്പോൾ x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y2 അല്ലേ. y ഇതാണ് y, ഇത് y2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ y മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇത് എത്രയാണ്? 5. ഇനി നോക്കിയേ, ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് എ അല്ലേ, അത് എക്സ് മൈനസ് എ നമുക്കൊന്നും ചെയ്യാനില്ല, തൽക്കാലം അങ്ങനെ തന്നെ എടുക്കട്ടെ. പ്ലസ് വൈ മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? വൈ അല്ലേ, വൈ. അപ്പോൾ വൈ സ്ക്വയർ 0 പോയി അല്ലേ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടി. അപ്പോൾ ഇനി നോക്കിയേ, നാം ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ റൂട്ട് കളഞ്ഞു അല്ലേ, ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ റൂട്ട് പോയി. അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് കളയാണ്, റൂട്ട് കളയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5ന് സ്ക്വയർ കൊടുക്കുന്നു. 5ന് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ 25 അല്ലേ. ഈ സ്റ്റെപ്പ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മനസ്സിൽ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 2. അത് എഴുതിയിട്ട് പി എ ഈസ് ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പി ബി ഈസ് ഈക്വൽ ടു 3, ഇനി പി എ ഈസ് ഈക്വൽ ടു 5. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ ഉള്ളത്? തന്നിട്ടുള്ളത് പി ഒ അല്ലേ. പി ഒ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പി ഒ ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. അപ്പോൾ പി എങ്ങനെ കണ്ടുപിടിക്കാം? ആ പി എ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാൻ നോക്കിയാൽ ഇവിടെ 0 ആണ് അല്ലേ, അതായത് ഇവിടെ ഒറിജിൻ ആണ്. അപ്പോൾ ഒറിജിൻ ആണെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് ഇക്വേഷൻ? റൂട്ട്, ഓർമ്മയില്ലേ, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ ഒറിജിനും ഏതെങ്കിലും ഒരു പോയിന്റ് തമ്മിലുള്ള ഇക്വേഷൻ ഇതാണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതൊന്നും ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിനും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പി ഒ ഇസ് ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഒറിജിനാണ് 0. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് തന്നെ, വൈ എന്ന് പറഞ്ഞാൽ വൈ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് അത് തന്നെ എഴുതിയാൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെയും നമുക്ക് ഇവിടെ ചെയ്ത പരിപാടി ചെയ്യാൻ എന്ത് ചെയ്യുക? ഈ റൂട്ട് കളയുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സ്ക്വയർ ആക്കുക അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. ഓരോ നീളങ്ങളും വെച്ചിട്ട് 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ 3 ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ നല്ല വൃത്തിയുള്ള ഇക്വേഷൻ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 അല്ലേ. അത് നല്ല ഇക്വേഷൻ. അപ്പോൾ അത് അവിടെ തൽക്കാലം കെടുക്കട്ടെ. ഇനി ഇത് നോക്കിയാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ 25. ഇതിൻ്റെ കെടുപ്പിൽ ഒരു വലിയ സുഖം തോന്നുന്നില്ല അല്ലേ. ഇതോ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. ഇതും ഒരു അല്ലേ, അത്ര കാണുമ്പോൾ അത്ര വലിയ സുഖം നമുക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇതിനവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് നോക്കിയാൽ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ, ഇവിടെ ഒരു വൈ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഈ 2 ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ പണ്ട് പെയർ ഓഫ് ഇക്വേഷൻ ചെയ്തിട്ടില്ലേ, അതേ പരിപാടി തന്നെ നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിലൊന്ന് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇക്വേഷൻ 3 തൽക്കാലം അവിടെ എടുക്കട്ടെ, ഈ 2 ഇക്വേഷൻ തമ്മിലൊന്ന് ആഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2
അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ തമ്മിൽ ആഡ് ചെയ്യുക, പിന്നെ റൈറ്റ് സൈഡിൽ തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ ഉള്ളത്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, വൈ സ്ക്വയർ അതാണ് ഇപ്പുറത്തുള്ളത്. ഇനി ഇക്വേഷൻ നമ്പർ 1 ഇതുണ്ട് അല്ലേ, അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടും തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി റൈറ്റ് സൈഡിൽ അതൊക്കെ വരുന്നുണ്ട് 25ഉം 9 സീക്വൽ ടു 25 പ്ലസ് 9. മനസ്സിലായില്ല? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നോക്കിയാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 ഹോൾ സ്ക്വയറുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് അടുപ്പിച്ച് എഴുതാം. വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ നമുക്കൊന്ന് അടുപ്പിച്ച് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അത് എഴുതി അല്ലേ. പിന്നെ ആരൊക്കെ വരുന്നുണ്ട്? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വരുന്നുണ്ട് അല്ലേ. പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് 9 34 34. മനസ്സിലായില്ലേ? ഇവരൊന്നും അടുപ്പിച്ചെഴുതി, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമുക്കൊരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ഇട്ടാൽ പോരെ, 16 ഇടാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഇതിന് പകരം 16, ഇതിൻ്റെ വാല്യൂ ഇട്ട് 16 സീക്വൽ ടു 34. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16 അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ അല്ലേ. അപ്പോൾ ഇവർ ഫ്രീ ആയി. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ സീക്വൽ ടു 34 മൈനസ് 16 അല്ലേ. 35 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18 നമുക്ക് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പി സി അല്ലേ. ആ പി സി എങ്ങനെ കിട്ടും നമുക്ക്? പി സി ഈക്വൽ ടു പി സി അല്ലേ. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം x1 റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ് x, ഇതാണ് y. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പി സി ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y1 മൈനസ് y2 അല്ലേ. y1 എന്ന് പറഞ്ഞാൽ y, y2 എന്ന് പറഞ്ഞാൽ b, y മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. ഇതാണ് നമ്മുടെ പി സി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സീക്വൽ ടു ഇവിടെ നോക്കിയേ റൂട്ട് x1 മൈനസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇനി തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 18 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അതിന് പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി? 18 എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ പി സി സീക്വൽ ടു ഇതിന് പകരം നാം 18 എന്ന് കൊടുത്തു. അപ്പോൾ റൂട്ട് 18. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി റൂട്ട് 18 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 9 ഇൻറ്റു 2 അല്ലേ. 9 ഇൻറ്റു 2 ആണ് 18. അതായത് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 റൂട്ട് 2. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ തലവേദന തോന്നും, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഈ സ്റ്റെപ്പുകൾ മാത്രം ഒന്ന് ആലോചിക്കുക. പിന്നെ ഇവിടെ ഈ മാറ്റുന്നത് അല്ലെ, സ്ക്വയർ മാറ്റുന്നത്, റൂട്ട് മാറ്റുന്ന കാര്യം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 150 150 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്കൊരു കോർഡിനേറ്റർ അല്ലെ, ചതുർഭുജം തന്നിട്ടുണ്ട്. അതിൻ്റെ 4 മൂലകളിലെയും എന്ത് തന്നിട്ടുണ്ട്? കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ 4 വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. മാത്രമല്ല ഇതിൻ്റെ 2 വികരണങ്ങളുടെ നീളം അല്ലെ, വികരണങ്ങളുടെ നീളവും നമ്മൾ ഡയഗണൽസിൻ്റെ നീളവും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ കോർഡിനേറ്റ്സ് 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ അല്ലേ. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേര് ചെയ്യാം. ഇവർക്കൊരു പേര് കൊടുക്കാം. എ ബി സി ഡി ഒരു പേര് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഫസ്റ്റ് ഓരോ സൈഡുകളുടെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ എ ബി, ഞാൻ ഫസ്റ്റ് എ ബി കണ്ടുപിടിക്കാൻ പോകുന്നു. എ ബി സീക്വൽ ടു, ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ സൈൻ ശ്രദ്ധിക്കണം അല്ലേ, ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ ബി സീക്വൽ ടു റൂട്ട്, വേറെ ഒരു കുഴപ്പമില്ല, റൂട്ട് എന്ത് വരും? x1 അല്ലേ. അപ്പോൾ എ ബിയുടെ നീളമാണ് കാണുന്നത്. ഇതിൽ വേണം നമുക്ക് ഇത് x1ഉം ഇത് x2 ആയിട്ട് എടുക്കാം
അങ്ങനെ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നോക്കിയാൽ ഞാൻ ഇത് x1 x2 ആയിട്ട് എടുക്കുന്നു. അങ്ങനെ എന്ത് വരും? x1 മൈനസ് x2 അല്ലേ. അപ്പം -3 മൈനസ് x2 -3 തന്നെ -3 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 അല്ലേ. 1 മൈനസ് -2 1 മൈനസ് -2 ഹോൾ സ്ക്വയർ. അപ്പോൾ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് ഇവിടെ തന്നെ വേണം. അവിടെയാണ് പലരും തെറ്റിക്കുക. സീക്വൽ ടു എന്ത് വരും? റൂട്ട് -1 മൈനസ് അല്ലേ -3, അതായത് 2 -1. അപ്പം എന്തായി മാറുന്നത്? പ്ലസ് ആയല്ലോ, പ്ലസ് ആയി അല്ലേ. അപ്പം -3 + 3 എന്ന് പറഞ്ഞാൽ എന്താ? -3 + 3 കൂടി കഴിഞ്ഞാൽ 0 ആയി അല്ലേ. അപ്പം ഇത് 0 ആയി പോയി. ഇനി ബാക്കി 1 മൈനസ് മൈനസ്, അപ്പം 2 മൈനസ് 1 അല്ലോ, അപ്പം പ്ലസ് ആയില്ലേ. അപ്പം 1 + 2 1 + 2 3 അല്ലേ, 3. അപ്പോൾ എന്ത് വരും? 3ന്റെ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പം ഇത് 0 ആയി, അത് 0 ആയി പോയി. 0 സ്ക്വയർ പ്ലസ് ഇവിടെ 3 സ്ക്വയർ. അപ്പം എന്ത് കിട്ടി നമുക്ക്? റൂട്ട് 3ന്റെ സ്ക്വയർ 9 അല്ലേ. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പം ഈ നീളം നമുക്ക് കിട്ടി 3. ഓക്കെ, ഇപ്പോൾ എ ബി കഴിഞ്ഞു. ഇനി നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി ഈക്വൽ ടു റൂട്ട്. ഓക്കെ, ഇത് ബി, ഇത് സി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് x1, ഇത് x2 അല്ലേ. അപ്പോൾ x1 നമുക്ക് -3. അപ്പോൾ -3 മൈനസ് x2 അല്ലേ, 1ന്റെ സ്ക്വയർ പ്ലസ് y1 എത്രയാണ്? -2 അല്ലേ. -2 മൈനസ് y2 -2. ഇത് -2 തന്നെ. അപ്പോൾ ചിഹ്നം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റും. സീക്വൽ എന്ത് വരും? റൂട്ട് -1 -2 2 -1 കൂട്ടും അല്ലേ. 3 1 4. അപ്പം -4 സ്ക്വയർ പ്ലസ് -2 മൈനസ് -2 2 നെഗറ്റീവ് ഒന്നില്ലേ. അപ്പം പ്ലസ് ആയി പോയില്ലേ, പ്ലസ് ആയി. അപ്പം -2 + 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി അല്ലേ. അപ്പോൾ 0 സ്ക്വയർ. അപ്പം എന്ത് കിട്ടും നമുക്ക്? -4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ. 16 ഈക്വൽ ടു 4. അപ്പോൾ ഇത് കിട്ടി 4. ഓക്കെ, അപ്പോൾ എ ബി കിട്ടി, ബി സി കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് സി ഡി കണ്ടുപിടിക്കാം. സി ഡി ഈക്വൽ ടു റൂട്ട്. ഓക്കെ, സി ഡി. ഇവിടെ നോക്കിയേ, ഡിയുടെ പോയിന്റ് എന്താ? ഒറിജിനൽ 0 0 ആണ് അല്ലേ. ഒറിജിൻ ആണ് അല്ലേ. ഒറിജിൻ ആകുമ്പോൾ നമുക്ക് എന്താ, എന്തേത് കേഷ് ഉപയോഗിച്ചാൽ മതി? ഈ കേഷ് ഉപയോഗിക്കണോ? വേണ്ട. എന്ത് ഉപയോഗിച്ചാൽ മതി? റൂട്ട് ഓഫ് x² + y² അല്ലേ. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സി ഡി കണ്ടുപിടിക്കാൻ എന്ത് വരാം? ഇവിടെ നോക്കിയാൽ, ഇവിടെ നമുക്ക് സി ഡി ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് x, ഇത് y അല്ലേ. ഇത് 0 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? 1 സ്ക്വയർ പ്ലസ് y² പകരം -2 സ്ക്വയർ. എന്തുകൊണ്ടാണത്? ഇവിടെ 0 0 ആയതുകൊണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു റൂട്ട് 1ന്റെ സ്ക്വയർ 1 പ്ലസ് -2ന്റെ സ്ക്വയർ 4. -2 × -2 4 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? റൂട്ട് 4 1 5. ഇപ്പോൾ 3 സൈഡ് കഴിഞ്ഞു അല്ലേ. ഇനി 4ാമത്തെ സൈഡ് എ ഡി ഈക്വൽ ടു, ഇതും ഒറിജിൻ ആണ് അല്ലേ. ഒറിജിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. റൂട്ട് x² + y² അല്ലേ. അപ്പോൾ ഇവിടെ x y. അപ്പോൾ -3 സ്ക്വയർ പ്ലസ് y² 1ന്റെ സ്ക്വയർ. എന്ത് വരും? റൂട്ട് -3ന്റെ സ്ക്വയർ 9 3 × 3 9 പ്ലസ് 1ന്റെ സ്ക്വയർ 1 അല്ലേ. അതായത് റൂട്ട് 10. അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ 4 സൈഡുകളും കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഡയഗണൽസിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു പണി, ആദ്യം എ സി കണ്ടുപിടിക്കാം. എ സി ഈക്വൽ ടു റൂട്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എക്സ് എടുക്കുക, x1 y1 ആക്കി എടുക്കുക. അപ്പോൾ ഇത് x2 y2 അല്ലേ, ഇങ്ങനെ എടുക്കാം. അപ്പോൾ എന്ത് വരും? റൂട്ട് -3 ഇത് 1 അല്ലേ. അപ്പം -3 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. ഇവിടെ 1 മൈനസ് -2 1 മൈനസ് -2 ഹോൾ സ്ക്വയർ. ചിഹ്നം നല്ലവണ്ണം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റും. ഈക്വൽ ടു റൂട്ട് എന്ത് വരും? -1 2 നെഗറ്റീവ് ഒരേ ചിഹ്നം. അപ്പോൾ തമ്മിൽ കൂട്ടുക അല്ലേ. അപ്പോൾ -4 സ്ക്വയർ പ്ലസ് 1 മൈനസ് -2 പ്ലസ് ആയില്ലേ. അപ്പോൾ 1 + 2 3ന്റെ സ്ക്വയർ. എന്ത് വരും? റൂട്ട് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 25 കിട്ടി അല്ലേ. റൂട്ട് 25 ഈക്വൽ ടു 5. അപ്പോൾ ഈ ഡയഗണലിൻ്റെ നീളം കിട്ടി. ഇനി നമുക്ക് ബി ഡി കണ്ടുപിടിക്കണം അല്ലേ. ബി ഡി ഈക്വൽ ടു
റൂട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, ഒന്ന് ഒറിജിനാണ് അല്ലേ. അപ്പോൾ ഈ കേസ് ഉപയോഗിക്കണോ? വേണ്ട, നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി അല്ലേ. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. ഇത് എക്സും ഇത് വൈയും അല്ലേ. അപ്പോൾ എന്തെഴുതാം നമുക്ക്? -3ന്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ക്വയർ -2ന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് -2ന്റെ സ്ക്വയർ 4 അല്ലേ. അപ്പോൾ റൂട്ട് 13. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് വരും. അപ്പോൾ ഈ ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിഹ്നങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ തെറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരുന്നത്. ഇനി അതിൽ 4 ചോദ്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.